പ്രിയപ്പെട്ടവരെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പം കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഈ പാനിപ്പത്ത് യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം പാനിപ്പത്ത് യുദ്ധം, ഒന്നാം പാനിപ്പത്ത് യുദ്ധം, രണ്ടാം പാനിപ്പത്ത് യുദ്ധം, മൂന്നാം പാനിപ്പത്ത് യുദ്ധം, അങ്ങനെ പലതവണ പാനിപ്പത്ത് യുദ്ധം നടന്നിട്ടുണ്ട്. ലോകമഹായുദ്ധം 2 തവണയാണ് നടന്നിട്ടുണ്ട്. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും. ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ വക്കിൽ പലപ്പോഴും നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിലും ഒരു രാജ്യങ്ങളും അത് ആഗ്രഹിക്കുന്നില്ല. അതോടുകൂടി ലോകത്തിൻ്റെ സർവ്വനാശം ആയിരിക്കും ഉണ്ടാവുക എന്നും അനുഭവം ഒക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടും എന്നുമുള്ളത് കൊണ്ടാണ് അത് ഉണ്ടാവാത്തത്. ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 ഏപ്രിൽ 21 ദില്ലിയിലെ സുൽത്താനായിട്ടുള്ള ഇബ്രാഹിം ലോധിയും പിന്നെ മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബാബറും തമ്മിലാണ് ആദ്യത്തെ പാനിപ്പത്ത് യുദ്ധം. പിന്നീട് 1556 നവംബർ മാസം 5-ാം തീയതിയാണ് അക്ബറും ഹേംചന്ദ്ര വിക്രമാദിത്യൻ്റെയും സൈന്യങ്ങൾ തമ്മിൽ രണ്ടാം പാനിപ്പത്ത് യുദ്ധം ഉണ്ടാകുന്നത്. പിന്നീട് മൂന്നാമത്തെ പാനിപ്പത്ത് യുദ്ധം 1761 അഫ്ഗാനിൽ നിന്നുള്ള അഹമ്മദ് ഷാ അബ്ദാലിയുടെ സൈന്യവും പൂനെയിലെ സദാശിവറാവു പേഷ്വയുടെ കീഴിലുള്ള മറാത്ത സൈന്യവും തമ്മിലാണ് യുദ്ധം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ രാഹുലിൻ്റെ ഒന്നാം പീഡനം, ഒന്നാം ഭ്രൂണഹത്യ, രണ്ടാം പീഡനം, രണ്ടാം ഭ്രൂണഹത്യ, മൂന്നാം പീഡനം, മൂന്നാം ഭ്രൂണഹത്യ എന്നിങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. പോക്സോക്കെ എപ്പോഴാണ് ഈ പൊങ്ങ എന്നുള്ളത് ലെറ്റസ് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ഇപ്പോൾ പറയുന്നില്ല. അപ്പം ഈ കോൺഗ്രസിനെ തകർക്കാനാണെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പറയാം. എത്ര പേരുണ്ട്, അതിനേക്കാൾ വലിയ നേതാക്കന്മാരില്ല. വി.ഡി. സതീഷിനെ കുറിച്ച് പറഞ്ഞാൽ പോലെ, രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞാൽ പോലെ ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. അത് ആൾക്കാർ ഇതിനെ കോൺഗ്രസിനെ തകർക്കാനാണെന്ന് പറയുന്ന ഒരു വാദമുഖമൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എന്തായിരുന്നാലും ഇങ്ങനെ പാനിപ്പത്ത് യുദ്ധം പോലെ ഇവൻ്റെ സീരിയൽ കില്ലിങ്, അതേപോലെ തന്നെ സീരിയൽ കൊലപാതകമാണ് നടക്കുന്നത് ഈ ഭ്രൂണഹത്യകളൊക്കെ. കാരണം ഭ്രൂണം ഒരു പ്രത്യേക വളർച്ച എത്തിയതിന് ശേഷമാണ് അത് കൊല്ലുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സോഷ്യൽ മീഡിയയിൽ അവർക്ക് അനുകൂലമായി തരംഗമുണ്ട്, അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രാഹുലിന് വേണ്ടിയിട്ടും ഷാഫിക്ക് വേണ്ടിയിട്ടുമാണ് ഏറ്റവും കൂടുതൽ. ഈ PR വർക്കിൻ്റെ ഭാഗമാണ് എന്നുള്ളതൊന്നും എല്ലാവർക്കും അറിയില്ല. പല ഐഡിയകളും എടുത്ത് നോക്കുമ്പോൾ ഫോട്ടോ ഇല്ല, പ്രൊഫൈൽ പിക്ചറൊന്നുമില്ല, ഒന്നുമില്ല. യൂട്യൂബിലെടുത്ത് നോക്കിയാലും ഇതിൻ്റെ ഈ വിഷയത്തിൽ മാത്രമേ അവരെ കമൻറ്റ് ഉണ്ടാവുന്നുള്ളൂ. അതൊക്കെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് സാമാന്യബോധമുണ്ട്. എന്തുകൊണ്ടാണ് രാജ്ഭവൻ താൻ വെല്ലുവിളിച്ച് കഴിഞ്ഞപ്പം ഇനി ഉണ്ടെങ്കിൽ ഞാൻ പത്രസമ്മേളനം വിളിച്ച് ബാക്കി പറയുന്നുണ്ടപ്പോൾ സ്വിച്ചിട്ടതുപോലെ എങ്ങനെയാണെന്നേ. അതായത് ഇത് നിയന്ത്രിക്കുന്നത്, ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സ്വിച്ചിട്ടതുപോലെ നിൽക്കുക. ഒറ്റ പ്രസ്താവനയോട് കൂടിയിട്ട് ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് രാജ്ഭവൻ എടുത്താൻ പറഞ്ഞോട് കൂടിയിട്ട് അതവിടെ നിന്നു. അത് നിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു മാസിനെ ഒരിക്കലും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു വലിയ ജനക്കൂട്ടം പലയിടത്തും ഇരുന്നിട്ട് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതങ്ങനെ നിൽക്കില്ല. അത് വീണ്ടും രാജ്ഭവൻ എടുത്താൽ അന്തേക്ക് കുറിച്ച് വീണ്ടും അടുത്ത പോസ്റ്റുകൾ വരും. ഇതങ്ങനെയല്ല. ഒറ്റയടിക്ക് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. അത് ഷാഫിൻ്റെ രാഹുലും അറിയാതെ നടക്കുന്നു കരുതുന്നുണ്ടാവും. ബാക്കിയുള്ളവർക്ക് ഈ പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോഴും കഥ അറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഇനി ജനഹിതം ഭൂരിപക്ഷം അങ്ങനെയാണെന്ന് തന്നെ ഒട്ടിക്കുക. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പം അടിയന്തരാവസ്ഥയിൽ നമുക്കറിയാവുന്ന നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള പല ഇടപെടലുകൾ, ബാക്കിയുള്ളത് കേരളത്തിൽ വരെ രാജൻ്റെ കൊലപാതകം ഒക്കെയുണ്ട്, അതൊക്കെയുണ്ട്. അതെല്ലാം നടന്ന ഏറ്റവും ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പം രാജ്യത്താകെ ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചടി നേരിട്ടപ്പോഴും കേരളം ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നും. നമ്മളവിടെയാണ് നമ്മുടെ പ്രബുദ്ധതയൊക്കെ നമ്മൾ പുനഃപരിശോധിക്കണമെന്ന് ഞാൻ പറയുന്നത്. അത്ര വലിയ പ്രബുദ്ധതയൊന്നുമില്ല വേണ്ട. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കും. യേശു ക്രിസ്തുവിനെ വിചാരണ നടത്തുന്ന അന്ന് ന്യായാധിപനായിട്ടുള്ള പീലാത്തോസിൻ്റെ മുമ്പിലാണ്. ആ പീലാത്തോസിൻ്റെ മുമ്പിൽ വിചാരണ നടത്തുമ്പം നിരപരാധിയായ സാമൂഹ്യ പരിഷ്കർത്താവായ വിപ്ലവകാരിയായ ചൂഷിതർക്കും മർദ്ദിതർക്കും പീഡിതർക്കും വേണ്ടി ശബ്ദമുയർത്തിയ, ചൂഷകർക്കും മർദ്ദകർക്കും പീഡകർക്കും എതിരെ പ്രതികരിച്ച കപട പുരോഹിതന്മാരെ ചാട്ടവാർ കൊണ്ടടിച്ച് ആരാധനാലയത്തിൽ നിന്ന് പുറത്താക്കിയ അങ്ങനെയുള്ളൊരു വിപ്ലവകാരിയായിട്ടുള്ള, എനിക്ക് വിപ്ലവകാരിയായിട്ട് കാണാൻ ഭഗത് സിംഗിനെ കാണുന്ന പോലെ ഞാൻ യേശു ക്രിസ്തുവിനെ കാണുന്നത്. ആ യേശു ക്രിസ്തുവിനെ വിചാരണ നടക്കുമ്പം ജനക്കൂട്ടം ആർത്തു പറയുകയാണ്, ബറാബസ് എന്ന് പറയുന്നൊരു കള്ളനെയും പിടിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെയും വിചാരണ ഒരുമിച്ച് നടക്കുന്നത്. ബറാബസിനെ വെറുതെ വിടുക, യേശുവിനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവനെ ക്രൂശിക്കുക, കള്ളനെ വെറുതെ വിടുക. കക്കാനും പിടിക്കാനും മോഷ്ടിക്കാനും ബലാത്സംഗം ചെയ്യാനും കൊലപാതകം ചെയ്യാനും ഒന്നും പോകാത്ത യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് പറയുന്നത്. അതേപോലെയാണ് ഇപ്പോൾ ഈ അതിജീവിതമാരെ ക്രൂശിക്കുക, ഋണിയെ ക്രൂശിക്കുക, ഇത് ഉയർത്തിക്കൊണ്ടുവന്ന മാധ്യമപ്രവർത്തകരെ ക്രൂശിക്കുക, അവനെ വെറുതെ വിടുക എന്ന് ആർത്ത് പറയുന്ന മാനസികാവസ്ഥയുള്ള ചില അമ്മായിമാരുണ്ട്, ചില ആൻറ്റിമാർ. അവരുടെ ദാരിദ്ര്യം ഏത് വിഷയത്തിലാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. പട്ടിണി കിടക്കുന്നൊന്നുമില്ല. പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭക്ഷണം കഴിക്കാനില്ലാത്ത അവസ്ഥ മാത്രമൊന്നുമല്ലല്ലോ പട്ടിണി. മറ്റു പല പട്ടിണിയും അനുഭവിക്കുന്നുണ്ട് അവർ.
ആ പട്ടിണിയിൽ നിന്നുണ്ടാവുന്ന ഫ്രസ്ട്രേഷനാണ് ഇവർക്കുണ്ടാവുന്നത്. അതാണ് ഇവരുടെ കുഴപ്പം. അവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കമൻറ്റുകൾ ഇടുന്നത്. പിന്നെ ചില ശിങ്കിടികൾ, ഈ വിവരമില്ലാത്ത കുറേ ഊളകൾ, കുറേ എണ്ണം അവിടെ ഇവിടെ ഇരുന്നിട്ട് കമൻറ്റ് ഇടുന്നത്. ആ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ എന്നെ പോലെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ജീവിച്ചതെന്നുണ്ടെങ്കിൽ യേശുവിനെ വെറുതെ വിടുക, ബറാബസിനെ ക്രൂശിക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ 4 ചാട്ടവാറടിച്ചു വിടാൻ പറയും, മോഷ്ടിച്ചതല്ലേ ഉള്ളൂ. അതുകൊണ്ട് യേശുവിനെ വെറുതെ വിടണമെന്നേ ഞാൻ പറയുള്ളൂ. ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന സ്വഭാവം ഞാൻ കാണിക്കില്ല. ഞാൻ ന്യായാധിപനാണെങ്കിൽ ഞാൻ എഴുതി വിധി കൽപ്പിക്കില്ല ജനക്കൂട്ടത്തിൻ്റെ ഈ പറച്ചിൽ കേട്ടിട്ട്. അങ്ങനെ നിരപരാധികളെ ക്രൂശിക്കുകയും കുറ്റവാളികളെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്നും 12,000 വർഷങ്ങൾക്കിപ്പുറവും 2025 വർഷങ്ങൾക്കിപ്പുറവും നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്, ബോധമുണ്ട്. പിന്നെ റിനിയെക്കുറിച്ച് പറയണ കേട്ടാൽ തോന്നുന്നത്, പിന്നെ റിനിയാണ് ഈ പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും അവരെ ഭ്രൂണഹത്യയ്ക്ക് വിധേയയാക്കുകയും ചെയ്തതെന്ന് തോന്നിപ്പം. റിനി പോയി പീഡിപ്പിച്ച് അവരെ ഗർഭിണികളാക്കി, എന്നിട്ട് അവരെ ഇവിടെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പ്രത്യേക വളർച്ചയെത്തി ഭ്രൂണം എത്തിക്കഴിയുമ്പം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഭ്രൂണഹത്യയ്ക്ക് വിധേയയാക്കി അതിനുള്ള മരുന്നൊക്കെ കൊണ്ടുപോയി അശാസ്ത്രീയമായ മാർഗത്തിലൂടെ ഭ്രൂണഹത്യ നടത്തിയത് റിനിയാണ് എന്ന് തോന്നിപ്പോവും. ആലോചിച്ച് നോക്ക്, ഇത് പറയണ കേട്ടോ, അങ്ങനെയല്ലേ തോന്നണേ? ഈ പെൺകുട്ടികൾ അത് തന്നെ ഒരു അതിജീവിതയോടെ എനിക്ക് ഏറ്റവും വലിയ ആദരവ് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ മമ്മിയെ ചിന്തിച്ചു, ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും ചിന്തിച്ചു. നിങ്ങൾക്കറിയാം, സ്വന്തം കുഞ്ഞിന് സൗന്ദര്യം പോകും എന്നുള്ളതുകൊണ്ട് മുലപ്പാൽ കൊടുക്കാൻ മടിക്കുന്ന, തൻ്റെ സ്ഥലങ്ങൾക്ക് ഇടിവ് സംഭവിക്കും, അതിൻ്റെ സ്ഥല സൗന്ദര്യം നഷ്ടപ്പെടും, ശരീരവടിവ് നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് പിന്നെ മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരുള്ള, മുലപ്പാൽ കൊടുക്കാൻ മടിക്കുന്ന അമ്മമാരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഗർഭം ധരിക്കാൻ മടിക്കുന്നവരുണ്ട്. പല ചലച്ചിത്ര നടിമാരും ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കുഞ്ഞുണ്ടായാൽ പ്രസവിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം പോകുമെന്നുള്ളതുകൊണ്ട്. അങ്ങനെയുള്ളവരൊന്നും പിന്നെ കുട്ടികളെ ദത്തെടുക്കാൻ പോലും സമ്മതിക്കരുത് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം അവർക്ക് അവരുടെ ആ ഒരു പിന്നെ സൗന്ദര്യത്തെക്കുറിച്ച് വല്ലാതെ കോൺഷ്യസ് ആയിട്ട് അതൊരു കുഞ്ഞിനോടുള്ള ഇഷ്ടക്കേടായിട്ട് മാറുകയാണ്. കുഞ്ഞ് കരയുന്നത് ശല്യമാവുന്നു സെക്സിൽ ഏർപ്പെടുമ്പോൾ എന്നുള്ളത്, അതുകൊണ്ട് സ്വസ്ഥത കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് കുഞ്ഞിനെ കൊല്ലുന്നവരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് സമീപകാലത്തും. കാമുകനോട് ജീവിക്കാൻ കുഞ്ഞ് തടസ്സമായതുകൊണ്ട് കുഞ്ഞിനെ എറിഞ്ഞു കൊന്നൊരു സ്ത്രീക്കാണ് അടുത്ത കാലത്ത് ശിക്ഷ കിട്ടിയത്, ജീവപര്യന്തം തടവിന് വിധിച്ചത്. ഒരു ചെറിയ അധികം പ്രായമില്ലാത്തൊരു യുവതിയാണ്. സങ്കടമൊക്കെ തോന്നി എനിക്ക്. അതിനു മുമ്പ് നമുക്കറിയാം, സ്വന്തം കുഞ്ഞിനെയും അമ്മായിയമ്മയെയും ഭർത്താവിനെയും കൊല്ലാൻ വേണ്ടി കാമുകന് വീട്ടിലേക്കുള്ള വഴി ലൊക്കേഷൻ അയച്ചു കൊടുത്ത, വാട്സപ്പിൽ അയച്ചു കൊടുത്ത്, എന്നിട്ട് വന്നിട്ട് ആക്രമിച്ച് അവൻ ആ കുഞ്ഞിനെയും അമ്മായിയമ്മയും കൊന്നു. പക്ഷേ ഈ ഭർത്താവ് എന്തായാലും 4 വെട്ട് കിട്ടിയെങ്കിലും രക്ഷപ്പെട്ടു. ഒരു യുവതിയാണ് കൂടെ നിന്നത്. അവളെ കൂടെ ജോലി ചെയ്യുന്നവനായിട്ട് പ്രണയത്തിലായപ്പോൾ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ ഏൽപ്പിക്കുക, അവൻ്റെ കൂടെ ജീവിക്കാൻ. അങ്ങനെയുള്ളവരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഈ പെൺകുട്ടി, ഒരുപാട് പ്രായമൊന്നുമില്ല, ആ കുഞ്ഞുമായിട്ടുള്ള വൈകാരികമായ ഒരു ബന്ധത്തിൻ്റെ തീവ്രതയിൽ കഴിയാൻ തീരുമാനിച്ചത്. ഇപ്പോഴും അതുകൊണ്ടാണ് ആ കുട്ടി പിന്നെ ഫേസ്ബുക്കിലൊക്കെ ചില പോസ്റ്റുകൾ ഇടുകയും അത് മുഖ്യമന്ത്രി വരെ ഏറ്റുപിടിക്കുകയും ഒക്കെ ചെയ്തത്, ആപ്തവാക്യങ്ങളായിട്ട് സ്വീകരിച്ചത്. ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തോന്നുന്ന പിന്നെ ചില വാക്കുകൾ, ചില വരികൾ. അവൾ ഒളിച്ചിരുന്നില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിനകത്ത്, അതിനകത്ത് ആ നടി ചലച്ചിത്ര അവാർഡ് നൽകുമ്പോൾ ആ വേദിയിലേക്ക് കടന്നു വന്നതുപോലെ തന്നെയാണ് ഈ കുട്ടി സ്വധൈര്യം പുറത്തേക്ക് വരിക ചെയ്ത്. ഒളിച്ചിരുന്നില്ല, ഐഡൻറ്റിറ്റി മറച്ചു വെക്കാൻ ശ്രമിച്ചില്ല. ഞാനാണ് ആ അമ്മ, അങ്ങനെ കുഞ്ഞിനെ ഇവൻ്റെ പ്രേരണ കൊണ്ട് നഷ്ടപ്പെട്ട ആ അമ്മ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വേദനയിൽ നിൽക്കുന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ ലൈക്ക് തന്നെ പ്രഖ്യാപിക്കണ്ടേ? ആ പെൺകുട്ടിയുടെ മുമ്പിൽ നമ്മൾ തല കുമ്പിട്ട് നിൽക്കണ്ടേ? ആ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൈകൂപ്പി നിൽക്കണ്ടേ? ദശരഥ സിനിമയ്ക്കകത്ത് അത്രയും മനോഹരമായിട്ട് പറഞ്ഞു. ലോകദാസിൻ്റെ സ്ക്രിപ്റ്റാണ്. മോഹൻലാൽ ആരും ഇല്ലാത്തതുകൊണ്ട് സ്നേഹിക്കാൻ ഒരു കുഞ്ഞ് വേണമെന്ന് എഴുതിയിട്ട് ഒരു പിന്നെ ഗർഭപാത്രം വാടകയ്ക്ക് എടുത്ത് അങ്ങനെ പിന്നെ ഒരു കുഞ്ഞിനെ പിന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവൻ്റെ ഈ 7 നിക്ഷേപിച്ച് അങ്ങനെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പം അവസാനം ഈ കുഞ്ഞും ആ പിന്നെ പൈസ മേടിച്ച് വാടകയ്ക്ക് ഗർഭപാത്രം നൽകിയ ആ സ്ത്രീയും അതിലെ പിന്നെ നായിക കഥാപാത്രവും തമ്മിൽ ഉണ്ടാവുന്നൊരു ആത്മബന്ധം, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം. അങ്ങനെ കുഞ്ഞിനെ അവർക്ക് വിടാൻ പറ്റുന്നില്ല. അവസാനം മോഹൻലാൽ വിട്ടുകൊടുക്കുകയാണത്. ബന്ധത്തിൻ്റെ തീവ്രത അതിനകത്ത് കാണിക്കുന്നുണ്ട്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള. സൂര്യമാനസം എന്ന സിനിമയിലും സമാനമായിട്ടുണ്ട്. സ്വന്തം മകൻ്റെ പിന്നെ ആ ഒരു മാനസികമായ വിഭ്രാന്തിയും കാര്യങ്ങളൊക്കെ കാരണം അവസാനം മകന് ഭക്ഷണത്തിന് വിഷം നൽകുന്ന ഒരു അമ്മയുടെ കഥ. അന്ന് ലോകദാസിൻ്റെ സ്ക്രിപ്റ്റാണ്. സൂര്യമാനസം തന്നെയാണെന്ന് തോന്നുന്ന സിനിമയുടെ പേര്. യെസ് ഐ എം ഷുവർ. എൻ്റെ മമ്മിയുടെ കാര്യം എനിക്കറിയാം. എനിക്ക് എന്നേക്കാൾ മൂത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. അതിന് 1.5 വയസ്സുള്ളപ്പോൾ മരിച്ചു.
എൻ്റെ ചേട്ടൻ, ഞാൻ കണ്ടിട്ടില്ല. എന്നെ അന്ന് എൻ്റെ മമ്മി ഗർഭിണിയാണ്. സുഖമില്ലാതെ എന്ന് പിന്നെ നിലമ്പൂരിനടുത്ത് ചുങ്കത്ര ആശുപത്രിയിലെ മമ്മി നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് കല്യാണമൊക്കെ നടന്നത്. അവിടെ നിന്ന് 8-10 കിലോമീറ്റർ ഉള്ളിലാണ്. അന്ന് ബസ്സൊന്നുമില്ല, വണ്ടിയൊന്നുമില്ല. അയൽവക്കത്തുള്ള ആളുകളും കൂടിയിട്ട് ഏറ്റിക്കൊണ്ടാണ് വരുന്നത്. കോളറ ബാധിച്ചതാണ്. പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി മരിച്ചുപോയി. എൻ്റെ മമ്മി ആ കുഞ്ഞിന് 1 വയസ്സ് പ്രായമുള്ളപ്പോൾ ഗിഫ്റ്റായി കിട്ടിയ പാത്രത്തിലാണ് എൻ്റെ മമ്മി വീട്ടിലുണ്ടാകുമ്പോൾ മരണം വരെ ഭക്ഷണം കഴിച്ചിരുന്നത്. ഇപ്പോൾ ആ പാത്രം എൻ്റെ ചെറിയ അനിയത്തിയുടെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ മമ്മി വീട്ടിലുള്ളപ്പോൾ ഞങ്ങൾക്കറിയാതെ, ഞങ്ങളാരും അതിൽ ഇടപെടാൻ പോകാറില്ല. മമ്മി ആ പാത്രത്തിൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളായിരുന്നു വീട്ടിലുണ്ടാകുമ്പോൾ. വേറെ എവിടെയും പോകുമ്പോഴേ ഉള്ളൂ. വേറെ മമ്മിയുടെ മരണം വരെ ആദ്യത്തെ മകൻ്റെ നഷ്ടപ്പെടലിനകത്തെ ആ വേദനയോട് കൂടിയിട്ടാണ് മമ്മി ജീവിച്ചത്. പപ്പ പിന്നെ അതത്രയും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ പപ്പ ചിലപ്പോഴൊക്കെ ഇരുന്ന് പറയും. പപ്പ ഈ മരണ വാർത്ത അറിയുമ്പോൾ പപ്പ എന്ന് പിന്നെ ഒറീസയിൽ, അതുവരെ ആന്ധ്രയിൽ ജോലി ചെയ്യുന്നു. ആന്ധ്രയിൽ ജോലിയാകുമ്പോൾ മമ്മിയും എൻ്റെയും മൂത്ത ചേട്ടനും കൂടി അവിടെ പോയി പിന്നെ 2-3 മാസം നിന്നിട്ട് മമ്മി എന്നെ ഗർഭിണി ആയതുകൊണ്ട് മമ്മി നാട്ടിലേക്ക് വരികയാണ്. ആ ഗർഭാവസ്ഥ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മമ്മി നാട്ടിലേക്ക് വരുന്നു എന്നെ പ്രഗ്നൻ്റ് ആകുമ്പോൾ. അപ്പം അങ്ങനെ നാട്ടിലേക്ക് വരികയാണ്. അപ്പം അത്രയും നാൾ കൂടെ നിന്ന കുഞ്ഞ് പിന്നെ പപ്പ അവിടുന്ന് ഒറീസയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട്, അന്ന് ഒറീസ എന്ന് പറയുക ഒഡീഷ, അവിടേക്ക് പിന്നെ പോകുന്നു, ഭുവനേശ്വറിലേക്ക്. അവിടെ നിൽക്കുന്ന സമയത്താണ് പിന്നീട് പപ്പയ്ക്ക് ടെലിഗ്രാം ചെല്ലുന്നത്. വന്ന് കാണാനൊന്നും പറ്റുന്നില്ല. ആകെയുള്ള മകൻ പോയി എന്നാണ് കേൾക്കണേ. രണ്ടാമത് ഞാൻ പിന്നെ മോനാണോ മോളാണോ എന്നുള്ളതൊന്നും അന്നൊന്നും ജെൻഡറൊന്നും പിന്നെ നോക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ മമ്മി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നു. പപ്പയ്ക്ക് ഈ വിവരം അറിയുമ്പോൾ പപ്പ മാനസികമായിട്ട് സംഘർഷത്തിലെ ജോലി രാജിവെച്ചിട്ട് പപ്പ നാട്ടിലേക്ക് വരികയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ കുടുംബത്തിലെ ജീവിതത്തിൻ്റെ താളപ്പഴയുടെ തുടക്കം എന്ന് പറയുന്നത്. പപ്പ ജോലി വിട്ടു പോന്നു. പപ്പയ്ക്ക് ഉറക്കമില്ല. പപ്പ വല്ലാതെ ഡെസ്പായിട്ട്. എൻ്റെ പപ്പയുടെ മാനസികാവസ്ഥയൊന്നും ഇവനുണ്ടായില്ല എന്ന് പറയുമ്പോഴാണ്. കാരണം ആ കുട്ടിക്ക് മാത്രമല്ലല്ലോ മാനസികാവസ്ഥ ഉണ്ടാവേണ്ടത്. അച്ഛനവനല്ലേ, നരാധമനായ ഒരച്ഛൻ, കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയുന്നൊരച്ഛൻ. ഇത്രയധികം കുഞ്ഞുങ്ങളെ കൊന്ന വേറൊരാൾ കേരളത്തിൽ ഇതുവരെ ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല. അതാണ് ആലോചിക്കേണ്ടത്. പുറത്തേക്ക് പരാതിയുമായി വരാത്തവരും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി എടുക്കുമ്പം ഇത്രയധികം കുഞ്ഞുങ്ങളെ കൊന്ന ഒരു സീരിയൽ കില്ലർ കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. തികഞ്ഞ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ് പറയണേ. എൻ്റെ പപ്പ അനുഭവിച്ച മാനസിക സംഘർഷം ഇവനുണ്ടാവണില്ലാന്നേ. ഇവരതൊരു രസമായിട്ടാണ് ഇരുന്നേ. എന്നാൽ ആദ്യം ഇത് വേണ്ടെന്ന് വെച്ചാൽ പോരെ. സെക്സ് ആയിക്കോ, അവൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലും ആവട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അതിനുള്ള പിൽസ് മേടിച്ച് കൊടുത്ത് ഇതിന്ന് ഊരിയല്ലേ വേണ്ടേ? അല്ലെങ്കിൽ കോട്ട ഉപയോഗിക്കണ്ടേ? കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞാൽ ജീവൻ വെച്ച് കഴിയുമ്പോൾ കൊന്നുകളയുക. എന്നിട്ട് അവനെ ന്യായീകരിക്കാൻ ആൾക്കാർ വരിക. പക്ഷേ ആ പെൺകുട്ടി, ആ കുഞ്ഞിനോടുള്ള ആത്മബന്ധം കഴിഞ്ഞ ദിവസം ഞാൻ വിട്ട ഓഡിയോയ്ക്ക് തന്നെ വളരെ വ്യക്തമാണ്. അതിനെ എങ്ങനെ വളർത്തും എന്നൊക്കെ അവൻ ചോദിക്കുന്നത്. അത് എന്താ ഈ കുട്ടി ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടുണ്ടായതാണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിനി ഗർഭിണിയാക്കിയെന്ന് തോന്നും പറയണ കേട്ടാ. പിന്നെ നിങ്ങൾ ആലോചിക്കണം, ഒരു അമ്മയും കുഞ്ഞും തമ്മിലുണ്ടാവുന്ന ഒരു ബന്ധം. ഒരു കോഴി, പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കോഴിയുണ്ട്, എല്ലാ വീടുകളിലും കോഴിയുണ്ട്. ഇപ്പം ഇവിടെ ഫ്ലാറ്റിൽ മാത്രമൊന്നുമല്ല, എറണാകുളത്ത് മാത്രമൊന്നുമല്ല, നാട്ടിൽ വീടുകളിലും കോഴിയെ വളർത്തുന്നില്ല. കാരണം ഈ കോഴി അപ്പിയിടും, കോഴി കാഷ്ടിച്ച് വെക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ പിന്നെ അങ്ങനെ വൃത്തിയാക്കാനൊക്കെയുള്ള പ്രശ്നം കൊണ്ട് ആരും കോഴിയെ വളർത്തുന്നില്ല. നാട്ടും പുറത്തും ആരും കോഴിയെ വളർത്തുന്നില്ല. പൊതുവെ അപൂർവമായി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിലൊന്നും പൊതുവെ എവിടെയില്ല വീട്ടിൽ കോഴിയെ വളർത്തുന്നില്ല ആളുകൾ പഴയ പോലെ. പണ്ടെല്ലാ വീട്ടിലും കോഴി ഉണ്ടാവും. വീട്ടിലെ ആവശ്യത്തിന് ഇറച്ചി അത് തന്നെയാണ്. വിരുന്നുകാർ വരുമ്പോഴായിരിക്കും ഒന്ന് കൊല്ലുക. അന്ന് ബ്രോയിലർ കോഴികളൊന്നും വളരെ കുറവുള്ള സമയമാണ്. ബ്രോയിലർ കോഴിക്ക് ഇപ്പോഴും നാടൻ കോഴിയുടെ ടേസ്റ്റും ഇല്ല. എനിക്കിപ്പോഴും നാടൻ കോഴി ഞാൻ ഇടയ്ക്ക് മേടിക്കാറുണ്ട്. അത് അതിൻ്റെ തൂവല് പറിച്ച് അത് പിന്നെ ഒന്ന് കരിക്കും. എന്നിട്ട് അതായത് അതിൻ്റെ തൊലി പൊളിച്ച് കളയില്ല. അപ്പോൾ അതിൻ്റെ ആ തൊലിക്കാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ഞാൻ ഇടയ്ക്ക് ഇപ്പോഴും സംഘടിപ്പിക്കാറുണ്ട്. ഇച്ചിരി മെനക്കേടാണെന്നേ ഉള്ളൂ. അത് നാടൻ കോഴിയുടെ മുട്ടയാണെന്ന് പിന്നെ നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കോഴിയെ അടവെച്ച് കഴിഞ്ഞാൽ, ഈ മുട്ട അടവെച്ച് കഴിഞ്ഞാൽ, അടവെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ സമയത്തിനാണ് ഇതിന് തീറ്റ എടുക്കാനും വെള്ളം കുടിക്കാനും വേണ്ടി പുറത്തേക്ക് ഇറങ്ങുക. അത് കഴിഞ്ഞ് തിരിച്ചവിടെ തന്നെ വന്നിരിക്കും. 21 ദിവസം, 18 ദിവസം തൊട്ട് 21 ദിവസം വരെയൊക്കെയാണ് ഒരു സമയം. അത് അതിന് ചൂട് കൊടുത്ത് അതിൻ്റെ അതാ പിന്നെ ഒരു അർപ്പണ മനോഭാവത്തോടെ അടയിരുന്നിട്ടാണ് ഈ കുഞ്ഞ് വിരിയുന്ന കാത്തിരിക്കുന്നത്. അടയിരിക്കുമ്പോൾ തന്നെ ആ മുട്ട എടുക്കാൻ തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അത് കൊത്താൻ വരും. അല്ലാത്തപ്പോൾ നമ്മളെ കണ്ട ഓടുന്ന കോഴി, അതിനൊരു കോഴിക്കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ കോഴിക്കുഞ്ഞിൻ്റെ അടുത്തേക്കൊന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ കോഴി നമ്മളെ നേരെ ചിറക് വിരിച്ച് കൊത്താൻ വരും. അതിൻ്റെ ശൗര്യം. ഒരു പട്ടി പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ ഈ കോഴിയുടെ അടുത്ത് പരുന്ത് വന്നു കഴിഞ്ഞാൽ, കുഞ്ഞിനെ റാഞ്ചാൻ പരുന്ത് വന്നാലും കൊണ്ട് ഇത്
പിന്നെ മറ്റേത് പരുന്തിനെ കണ്ടാൽ അതുകൂടി പോകും. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോവില്ല. പരുന്തിൻ്റെ പുറകെ ഇതിന് പറക്കാൻ പറ്റുന്നത്രയും പറക്കും, പുറകെ ഓടും. ഏത് ജീവി എന്നാലും അത് ചെറുത്ത് നിൽക്കും. അതൊരു മാതാവും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്. ഒരു പട്ടി പ്രസവിച്ച് കിടക്കുമ്പോൾ ഒന്ന് പോയി നോക്കണം. എത്ര പിന്നെ അല്ലാത്തപ്പോൾ എത്ര നമ്മൾ കല്ലെടുത്ത് ഇങ്ങനെ വീശി കഴിഞ്ഞാൽ ഓടുന്ന പട്ടിയാണെന്നുണ്ടെങ്കിലും പാട്ടി ചാടി കുരച്ചോട് കടിക്കാൻ വരും. പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പാമ്പിരിക്കുമ്പോഴാണ് പാമ്പിൻ്റെ കടി പലപ്പോഴും ആളുകൾക്ക് ഏൽക്കുക. ആ സമയത്ത് ആ ഭാഗത്തങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ പാമ്പ് കൊത്തും. അല്ലാതെ പാമ്പ് ഒഴിഞ്ഞു പോകാൻ നോക്കും, രക്ഷയില്ലെങ്കിലേ കുത്തുള്ളൂ. നമ്മൾ അറിയാതെ ചവിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ. ഇതങ്ങനെയല്ല, കുഞ്ഞുങ്ങളുടെ സംരക്ഷണം എന്നുള്ളതാണ്. അപ്പോൾ പട്ടിക്കും കോഴിക്കും പാമ്പിനും വരെ ആ വിചാരമുണ്ട്. അതാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിൻ്റെ തീവ്രത നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. അവൻ്റെ അമ്മയ്ക്ക് അവനോട് ചിലപ്പോൾ അങ്ങനത്തെ ബന്ധം ഉണ്ടായിട്ടുണ്ടാവില്ല. അതൊന്നായിരിക്കും ചിലപ്പോൾ അവനതിൻ്റെ ആഴമളക്കാൻ പറ്റാത്തത്. കാട്ടിക്കൂട്ടിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ക്യാമറകൾ വരുമ്പോൾ, ഈ ചാനൽ പിന്നെ ആളുകൾ വരുമ്പോൾ ഒക്കെ ഉള്ളത്. കാരണം അവൻ ചെറുപ്പത്തിൽ കടന്നു വന്നിട്ടുള്ള ചില അവസ്ഥകളും കണ്ണിൽ കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കണ്ടതും ഒക്കെ അവനെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എല്ലാ അമ്മമാരുടെയും മനസ്സങ്ങനെയല്ല എന്ന് പറയണം, കരുതണം. ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞ് കാമുകൻ്റെ ഒപ്പം പോകാൻ നോക്കുന്ന യുവതികളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഈ കുട്ടിയെ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. ആ കുഞ്ഞിൻ്റെ ആ ഒരു ഓർമ്മയിൽ വിങ്ങലായിട്ട് കൊണ്ട് കിടക്കുക. അറിഞ്ഞിടത്തോളം വെച്ച് ആ കുട്ടി പിന്നെ പലയിടത്തും പോവുകയാണ്. പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയി. അതിലൊരു പെൺകുട്ടി, അവർ ഹൈന്ദവ മതവിശ്വാസിയാണെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്നിട്ട് പോലും അവർ പിന്നെ വേളാങ്കണ്ണിയിൽ വരെ പോയി എന്നാണ് കേൾക്കുന്നത്. എനിക്കറിയില്ല, കേട്ടത് ശരിയാണെങ്കിൽ. അത് മാത്രമല്ല, അവർ പിന്നെ ഈ പിന്നെ മാതാവിനെ വരെ എല്ലാ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ടിരിക്കുക. കന്യാമറിയത്തെ, മദർ മേരിയെ വരെ അതിനോട് വരെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാ രീതിയിലും ആ കുഞ്ഞിൻ്റെ ഓർമ്മയിലും വല്ലാതെ പെടഞ്ഞ് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അല്ല, അടുത്ത സൗഹൃദങ്ങളുള്ളവരിൽ നിന്ന് അറിയാൻ പറ്റിയതാണ്. നമ്മൾ ഞാൻ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നിൽക്കുന്ന ആളുടെ നമ്മൾ പോയിട്ട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ ഇത്. അപ്പം ഇതൊക്കെ ചിന്തിച്ചു നോക്കണം. അവൻ അത്ര അനുഭവങ്ങളൊന്നുമില്ലല്ലോ. നിങ്ങൾ പിന്നെ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇവന് ബന്ധമുള്ള വ്യാപാര സ്ഥാപനം, ഈ ജോബി എന്ന് പറഞ്ഞാൽ നടത്തുന്ന വ്യാപാര സ്ഥാപനം ലിറ്റിൽ പ്ലാനറ്റ്, അത് ചെങ്ങന്നൂരായിരുന്നു അതിൻ്റെ ആദ്യത്തെ കേന്ദ്രം. ചെങ്ങന്നൂരുണ്ട്, അടൂരും ഉണ്ടെന്ന് തോന്നുന്നു, തിരുവല്ലയിലുണ്ട്, അങ്ങനെ പലയിടത്തും ഉണ്ട്. അതിൻ്റെ ഒരു പല സ്ഥലത്തും ഒരു ഔട്ട്ലെറ്റുകൾ തുടങ്ങിയിട്ടുണ്ട്. ലിറ്റിൽ പ്ലാനറ്റ് എന്ന് ഇട്ടിട്ടില്ല, കിഡ്സ് വെയർ, ടോയ്സ്, ഇതൊക്കെയാണ് വിൽക്കുന്നത്. കുട്ടികൾക്കുള്ള സാധനങ്ങളാണ്, ബേബി ഷോപ്പാണ്. ലിറ്റിൽ പ്ലാനറ്റ് എന്ന പേര്. കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്ത, കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്ന ഒരു നരാധമന് ബന്ധമുള്ള സ്ഥാപനത്തിന് ഉള്ള പേര് ലിറ്റിൽ പ്ലാനറ്റ്. അവിടെ വിൽക്കുന്ന സാധനങ്ങൾ മുഴുവൻ കുഞ്ഞുങ്ങൾക്കുള്ളത്. ആലോചിച്ച് നോക്കൂ. കച്ചവടം മാത്രം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. എല്ലാം കച്ചവടം. രാഷ്ട്രീയം കച്ചവടം, പ്രണയം കച്ചവടം, കാരണം ഫ്ലാറ്റ്, ഷൂ, ഇതൊക്കെയാണല്ലോ ഉപയോഗിപ്പിക്കുന്നത്. എല്ലാം കച്ചവടം. ലൈംഗികത കച്ചവടം, പിതൃത്വം കച്ചവടം. ആലോചിച്ച് നോക്കൂ. പിന്നെ ഇവനെ പൊക്കാൻ വേണ്ടിയിട്ടൊരു ഫെനി, പിന്നെ ഒരു കുഞ്ഞമ്മയും. ഇവർക്ക് കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കണം. ഈ ഫെനി സ്വന്തം ഡിവിഷനിൽ തോറ്റുപോയാനാ. ഈ UDF അനുകൂല തരംഗത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു സുനാമി പോലെ UDFന് അനുകൂലമായി ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ളൊരു വിജയം UDF നേടുമ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സർവ്വകാല റെക്കോർഡ് വിജയമാണ് ഇത്തവണ നേടിയത്. ഫെനി നയനാൻ തോറ്റുപോയി, ഉണ്ണികൃഷ്ണൻ തോറ്റുപോയി, സവിതാ ബാലകൃഷ്ണൻ തോറ്റുപോയി, നേമം ഷജീർ തോറ്റുപോയി. ഒക്കെ ഒരു വലങ്കൈകളാണ്. റീനോ ജയിച്ചു. കൂടുതൽ കുറച്ച് കുഴപ്പമില്ലാത്തവനാണെന്നുള്ളത് പലരും പറഞ്ഞ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. കുഞ്ഞമ്മ കഷ്ടിച്ച് ജയിച്ചു. കുഞ്ഞമ്മ ജയിക്കുമ്പോൾ കുഞ്ഞമ്മയുടെ നാട്ടിൽ കുഞ്ഞമ്മയ്ക്ക് വോട്ടില്ല, കുറവാണ്. കുഞ്ഞമ്മയെ അറിയാത്ത ആൾക്കാർ മറ്റു പല സ്ഥലത്തുള്ളവർ വോട്ട് ചെയ്തു. അറിയുന്ന സ്വന്തം നാട്ടിൽ വോട്ട് കുറവാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർഡിൽ പിന്നിലാണ്, ബ്ലോക്കിലേക്ക് പിന്നിൽ. ബ്ലോക്കിലേക്ക് അവിടെ തോറ്റുപോയി. അവൻ്റെ ബൂത്തിൽ, അവൻ്റെ വാർഡിൽ പിന്നിലാണ്. പിന്നെ പഞ്ചായത്തിലേക്ക് അവൻ്റെ വാർഡിൽ, അവൻ്റെ ബൂത്തിൽ പിന്നിലാണ്, തോറ്റുപോയി. പിന്നിലായപ്പോൾ തോറ്റല്ലോ. ജില്ലാ പഞ്ചായത്തിലേക്കും അവിടെ പിന്നിലാണ്. പക്ഷേ ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ നിന്ന്, ഇവരെ അടുത്തറിയാത്ത പഞ്ചായത്തുകളിൽ നിന്ന് വോട്ട് കിട്ടിയിട്ട് ജയിച്ചു. മറ്റേടത്ത് അണ്ടിയോടടുത്ത് മാങ്ങയുടെ പുളി അറിയുന്ന ആൾക്കാർ വോട്ട് ചെയ്തില്ല, അങ്ങനെ തോറ്റുപോയി. അത് മാത്രമല്ല, അതിൻ്റെ കണക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം.
വെറുതെ പറയണമൊന്നുമല്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. കാരണം ഇത്തരം ഒരുത്തിനു വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതാ പഞ്ചായത്തിലേക്ക് ഉള്ളത് ബൂത്ത് നമ്പർ 1 2 ബൂത്താണ് ഉള്ളത് പഞ്ചായത്തിലേക്ക്. ആ വാർഡിൽ നിന്ന് ബൂത്ത് നമ്പർ 1 LDF 265, UDF 287, BJP 17. ബൂത്ത് നമ്പർ 2 അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബൂത്ത്. ആ ബൂത്തിൽ LDF 281, UDF 210, BJP 105. ഭൂരിപക്ഷം മൊത്തത്തിൽ പിന്നെ അവൻ്റെ ബൂത്തിൽ ആകെ 500 ചില്ലാനം വോട്ടുള്ള അവൻ്റെ ബൂത്തിൽ ഭൂരിപക്ഷം 71 വോട്ട് LDFനാണ്. ആലോചിച്ച് നോക്കണം. പോസ്റ്റൽ വോട്ട് ആകെ 3 ഉള്ളത്, 3 LDFനാണ് കിട്ടിയത്. ആ വാർഡിൽ ജയിച്ചതും പിന്നെ LDF. സംസ്ഥാന നേതാവിൻ്റെ വാർഡാ, സംസ്ഥാന നേതാവിൻ്റെ ബൂത്ത് ഏത് എപ്പോഴും കാണുന്ന അടുത്ത വീടുകളിലുള്ളവർ ഇവൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല എന്നവർ തീരുമാനിച്ചു. UDF അനുകൂല തരം കൊണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇവനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇവൻ്റെ നാട്ടിലേക്ക് തോപ്പിച്ചു. ബ്ലോക്കിലേക്ക് ഇതേ സ്ഥലത്ത് ആ 2 ബൂത്തിൽ നിന്നും കൂടി കിട്ടിയത് 47 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFന്. ഇവൻ്റെ ബൂത്തിൽ 58 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് LDFന് കിട്ടിയിട്ടുള്ളത്. അവിടെ പിന്നെ പഞ്ചായത്തിലുള്ളതിനേക്കാൾ കുറച്ച് വ്യത്യാസം വന്നു. BJPക്ക് 128 വോട്ടായിട്ട് മാറി ബ്ലോക്കിലേക്ക്. ജില്ലാ പഞ്ചായത്തിലേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് രാഹുലിൻ്റെ ബൂത്തിൽ കിട്ടിയത്, രാഹുലിൻ്റെ ബൂത്തിൽ 279 വോട്ട് LDFന്. രാഹുലിൻ്റെ ബൂത്തിൽ UDFന് 15 വോട്ട്, BJPക്ക് 102 വോട്ട്. അവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് രാഹുലിൻ്റെ ആ ബൂത്തിൽ നിന്ന് കിട്ടിയത് 64 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFന്. സംസ്ഥാന നേതാവിൻ്റെ മികവ്. എന്നിട്ടാണ് കുഞ്ചബിയും പെനിനയനാനൊക്കെ ഒന്ന് പറയുന്നത്. പെനിനയനാൻ സ്വന്തം ഡിവിഷനിലാണ് തോറ്റേ. MP ആയിട്ടോ MLA ആയിട്ടോ മത്സരിച്ച് ചിലപ്പോൾ ജയിച്ചു എന്ന് വരും. കാരണം അറിയാത്ത ആൾക്കാരൊക്കെ കുറേ വോട്ട് ചെയ്യുന്നത്. അവർക്ക് ഇത് എന്താണെന്നോ അവൻ്റെ സ്വഭാവം ഒന്നും അറിയത്തില്ല. ചിരിച്ച് കാണിക്കുന്നു, വിളിച്ച് കാണിക്കുന്നു ഒക്കെ അറിയാം. യഥാർത്ഥ മുഖം അറിയില്ല. മറ്റേത് ചെറുപ്പം തൊട്ട് കണ്ട് ശീലമുള്ള നാട്ടുകാരാ, അവർക്കറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ കുട്ടിയൊക്കെ ബഹുമാനിക്കുകയാണ് വേണ്ടത്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ആരും മാതൃത്വത്തിൻ്റെ ഒരു മനോഭാവം എന്ന് പറയുന്നതും അതിൻ്റെ തീക്ഷ്ണത, ആ കുട്ടി അവനോട് സംസാരിക്കുന്ന ആ ഇതിനകത്ത് തന്നെയുണ്ട്. ഞാൻ പിന്നെ നോക്കിക്കോളാം, എനിക്ക് നിൻ്റെ സഹായം വേണ്ട എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വരുന്ന ഒരു മനുഷ്യനെ വരെയാണെങ്കിലും പോയി കൊത്താൻ നോക്കുന്ന, അല്ലാത്തപ്പോൾ പേടിച്ചിരിക്കുമ്പോൾ ആ സമയത്ത് ശൗര്യം കാണിക്കുന്ന കോഴിയെപ്പോലെ അല്ലെങ്കിൽ പട്ടിയെപ്പോലെ തന്നെ ആ അമ്മ മനസ്സ്, അതാണ് എല്ലായിടത്തും പ്രതിഫലിക്കപ്പെടുന്നത്. അത് തിരിച്ചറിയാൻ കഴിയണം. അത് സ്ത്രീകളായിട്ട് പോലും ഉള്ളവർ പോലും ഇതിനെ ന്യായീകരിക്കാൻ, ഇവനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പുട്ടിയടിക്കാൻ വേണ്ടിയിട്ട് വരിക എന്ന് പറഞ്ഞാൽ നാണമില്ലേന്ന് ചോദിക്കാനുള്ളൂ. 2 കൊച്ചപ്പന്മാരവിടെ പിന്നെ പാലക്കാട് പോയി നടിമാരാന്നും പറഞ്ഞു. നല്ല നടിമാരാ. വേറൊരു അമ്മായി നടി ന്യായീകരിച്ച് ചാനലുകളെല്ലാം കയറിയിട്ട് വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കി. അമ്മായി ഒന്ന് പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല. അമ്മായിക്ക് സിനിമയൊന്നുമില്ല. പണ്ടെന്തോ മിനു മുനീർ എന്നോ പറഞ്ഞിട്ട് തള്ളച്ച് കാണുന്ന പോലെ. എന്നിട്ടിപ്പോൾ ബോക്സോ കേസിൽ അകത്ത് പോയി കിടക്കുക, ബന്ധുവായ കുട്ടിയെ കൂട്ടി കൊടുക്കാൻ പോയതിന്. അമ്മമാർ കുറേ വൃത്തികെട്ട എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത കുറേ പിന്നെ നാറികൾ ആണാന്നും പറഞ്ഞ് നടക്കുക, ഇവരെ ന്യായീകരിക്കാൻ. നാണമില്ല. പോയിട്ട് നിലപാടുകൾ ഉണ്ടാവണം. തെറ്റ് ആര് ചെയ്താലും തെറ്റാന്ന് പറയാൻ പറ്റണം. അല്ലാതെ ചിലരുടെ തെറ്റ്, വിശുദ്ധമായ തെറ്റ്, അത് നല്ല തെറ്റ്, മറ്റേത് മോശം എന്നുള്ള സാധനമില്ല. ആര് തെറ്റ് ചെയ്താലും, അത് ഏത് പാർട്ടിക്കാരനായാലും ഏത് മതക്കാരനായാലും, വൃത്തികേട് കാണിച്ചവൻ വൃത്തികെട്ടവനാണ്, നാറിത്തരം കാണിച്ചവൻ നാറിയാണ് എന്ന് പറയാൻ കഴിയണം. നല്ലത് ആര് ചെയ്താലും അതിനെ അംഗീകരിക്കുകയും വേണം. അതാണ് എൻ്റെ നിലപാട്. അതിലൊരിത്തിരി പോലും വെള്ളം ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ മദ്യത്തിന് മാത്രമേ വെള്ളം ചേർത്ത് കഴിക്കാറുള്ളൂ. അതും ഇപ്പോൾ കഴിക്കുന്നില്ല. മദ്യത്തിന് മാത്രമേ വെള്ളം ചേർത്ത് അങ്ങനെ കഴിക്കുന്നുള്ളൂ. അല്ലാതെ എൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ ഞാനൊരു കാലത്തും തയ്യാറായിട്ടില്ല. ഇനിയോട്ട് തയ്യാറാവാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ 48ാമത്തെ വയസ്സിൽ പിന്നെ ഇത്രയും കാലം ചെയ്യാത്ത കാര്യം ഈ 48ാമത്തെ വയസ്സിൽ അത്തരം വിട്ടുവീഴ്ചയുടെ വഴിയൊന്നും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല.
ഇവന്മാരൊക്കെ എവിടെയെങ്കിലും കിടന്ന് കുരയ്ക്കുകയും കമൻറ്റ് ഇടുകയും ഭീഷണിപ്പെടുത്തുകയും ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്ത് പിന്നെ അനോണിമസ് കോൾ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും 2 കാലിൽ നടക്കില്ല, 2 കാലിൽ നടക്കണം നിർബന്ധമൊന്നുമില്ല, നടന്നോളന്നാണ് നിർബന്ധമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളങ്ങ് കൈ വെച്ചാൽ മതി. ഓക്കെ, എൻ്റെ നിലപാട് ഇത് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും ഇല്ല. എനിക്ക് ആ കുട്ടിയോടൊക്കെ ബഹുമാനമാണ് തോന്നണേ, ആദരവാണ് തോന്നണേ. ഇന്നത്തെ കാലത്തും അത്തരം ചിന്തകൾ വെച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരീര സൗന്ദര്യം നഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ മടിക്കുന്ന അമ്മമാരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളിടത്താണ് ആ കുട്ടിയുടെ മഹത്വം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ദശരഥൻ സിനിമയെക്കുറിച്ച് പോലും പറഞ്ഞത്, ആ ഒരു ബന്ധത്തിൻ്റെ തീവ്രത. എൻ്റെ മമ്മിയെക്കുറിച്ച് പറഞ്ഞത്, എൻ്റെ മൂത്തൊരു ചേട്ടൻ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞത്, എൻ്റെ പപ്പയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ഒക്കെ അതുകൊണ്ടാണ്. ഞാൻ അവരെയൊക്കെ കണ്ട ജീവിച്ചു വളർന്നത്. അല്ലാതെ ഇവൻ്റെ അമ്മയുടെ മാതിരി അല്ല അവരൊന്നും നടന്നത്. അവൻ്റെ അച്ഛനെ ഞാൻ പറയാനില്ല, അയാൾ നേരത്തെ പോയി. ആ മനുഷ്യൻ പോയത് നന്നായി നയിക്കുമെന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ ആ മനുഷ്യൻ ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു. ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അവരുടെ കുടുംബമായിട്ട് നല്ല ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം ആ കുടുംബമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത്. തെന്നല ബാലകൃഷ്ണപിള്ള. കാരണം അദ്ദേഹം അങ്ങനെ വിളിച്ച് പറയാനും ശാസിക്കാനും പിടിക്കാനും നിന്നിട്ടില്ല, തിരുത്താനും ഉപദേശിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് അവരുടെ കുടുംബ വൃത്തങ്ങളെന്ന് അറിയാൻ പറ്റിയിട്ടുള്ളത്. അത് നന്നാവില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ആ വീട്ടിലേക്ക് പോകാതെ ആ കുടുംബമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു. പിന്നെ ഇവർ ചില സഹായങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പെങ്ങളെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷൻ റെഡിയാക്കാനൊക്കെ ചെന്ന് കഴിച്ചപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. കാരണം പഴയ ആശ്രിതൻ്റെ കൊച്ചുമകൾ എന്ന രീതിയിലുള്ള പരിഗണന വെച്ച് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അങ്ങോട്ട് പോകാനോ ആ ബന്ധം തുടരാനോ ഒന്നും അദ്ദേഹം തയ്യാറായിട്ടില്ല. കാരണം പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത്ര സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും അവനെ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. ചിലപ്പോൾ ചെറുപ്പത്തിലെ തിക്താനുഭവങ്ങൾ, കണ്ണിന് കാണാൻ പറ്റാത്ത കാഴ്ചകൾ കണ്ടതിൻ്റെ പിന്നെ ഭാഗമായിട്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, അതുണ്ടാക്കിയിട്ടുള്ള മാനസികാഘാതങ്ങളൊക്കെ ആവാം ഒരു പക്ഷേ. അതൊക്കെ കൃത്യമായിട്ടുള്ളൊരു കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടിയാൽ തന്നെ ഒരു കൗൺസിലർ എടുത്ത് പോയി അവൻ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തന്നെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ അവന് ചികിത്സയും കിട്ടുള്ളൂ. എന്തായിരുന്നാലും ഈ കുട്ടികളെയൊക്കെ കല്ലെറിയുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞ വാക്കുകളൊന്ന് 2 പ്രാവശ്യം ഒന്ന് കേട്ട് നോക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് കല്ലെറിയാൻ തോന്നുകയാണെങ്കിൽ കല്ലെറിയും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ കല്ലേറുകൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു തെറ്റാണ്, ഒരു ക്രൈമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുക. അത് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല എന്ന് ഞാൻ കണക്കൂട്ടുന്നുള്ളൂ.